ട്രോളിംഗ് നിരോധനമായതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലമാണ്. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലുകളുമടക്കം സംസ്ഥാനത്തെ 2.75 ലക്ഷം പേരുടെ ജീവിതമാണ് ദുരിതത്തിലായത്. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ഏർപ്പെടുത്തിയാൽ സാധാരണഘട്ടത്തിൽ പരമ്പരാഗതമായി ചെറുവള്ളങ്ങളിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയുണ്ടാകാറുണ്ട്. മുൻകാലഘട്ടങ്ങളിൽ വലിയ ബോട്ടുകാർ മീൻ അടിത്തട്ടിൽ നിന്നും അരിച്ചെടുത്ത് കൊണ്ടുപോകാത്തതിനാൽ കുറച്ചെങ്കിലും മത്സ്യം വള്ളങ്ങളുമായി പോകുന്നവരുടെ വലയിൽ കുടുങ്ങും. എന്നാൽ ഈ വർഷം സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. പേരിന് പോലും മീൻ കിട്ടാത്ത ദുരവസ്ഥയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മത്സ്യലഭ്യതയിൽ വന്നിരിക്കുന്ന ഇത്രയും വലിയ കുറവ് തൊഴിലാളികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. വലിയ മത്സ്യബന്ധന ബോട്ടുകളുടെ അമിതമായ കടന്നുകയറ്റവും മുൻവർഷങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവുമാണ് കടലിൽ മത്സ്യലഭ്യത കുറയാനുള്ള കാരണമായി ഇവർ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കേരള തീരത്തെ മത്സ്യലഭ്യതയെ ബാധിച്ചിട്ടുണ്ടെന്ന പഠനങ്ങളും പറയുന്നുണ്ട്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ പുറത്തുനിന്നുള്ള മീനുകളുടെ വരവ് കൂടിയിട്ടുണ്ട്. ഇവയിൽ കൃത്യമായി ഐസ് ഇടാത്തത് മൂലം പെട്ടെന്ന് അഴുകുന്നതായി പലരും പരാതിയും പറയുന്നു. മാത്രവുമല്ല, വേഗത്തിൽ കേടാവാതിരിക്കാനായി വിവിധ തരം രാസവസ്തുക്കൾ ചേർത്ത മത്സ്യങ്ങളും വിപണിയിലെത്തുന്നുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വേണം ബോട്ടുകൾ വെള്ളത്തിലിറക്കാൻ. അധികം പേരും ആധാരം പണയം വെച്ചും ലോണെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമാണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത്. 4 ദിവസം കടലിൽ പോകുന്നതിനായി ഒരു വലിയ ബോട്ടിന് 2000 ലിറ്റർ ഡീസലാണ് ആവശ്യം. തൊഴിലാളികൾക്ക് കൂലിയും നൽകണം. ഇത്രയും തുക മുടക്കി കടലിൽ പോകുമ്പോൾ മതിയായ മത്സ്യം ലഭിക്കാത്തത് കനത്ത നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വരുത്തുന്നത്. പല ദിവസങ്ങളിലും ഡീസൽ തുക പോലും ലഭിക്കാറില്ല. പിടിച്ചു നിൽക്കാൻ പ്രയാസമാകുന്നതോടെ ബോട്ടുകൾ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് മറ്റ് തൊഴിൽ തേടി പോകുന്നവരും പൊളിക്കാൻ കൊടുക്കുന്നവരും ഏറെയാണ്. ഹാർബറുകളിലെ ലേലക്കാർ, ചുമട്ടുതൊഴിലാളികൾ, ചരക്ക് തിരയുന്നവർ, സംസ്കരണ ഫാക്ടറികളിലെ പീലിംഗ് തൊഴിലാളികൾ, വലകളുടെയും ബോട്ടുകളുടെയും അറ്റകുറ്റപ്പണി നടത്തുന്നവർ തുടങ്ങിയവർക്കും ട്രോളിംഗ് നിരോധനമായതോടെ തൊഴിലില്ലാത്ത സ്ഥിതിയാണ്. ചെറുപ്പക്കാർ മത്സ്യബന്ധന മേഖലയിലേക്ക് വരുന്നത് കുറവാണെന്നതിനാൽ ബോട്ടുകളിൽ കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവരിൽ പലരും മത്സ്യലഭ്യത കുറവ് മൂലം നാട്ടിൽ പോയി. വരുമാനം കുറവായതിനാൽ യുവാക്കൾ മറ്റ് മേഖലകൾ തേടി പോകുന്നതും ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. വലിയ ബോട്ടുകളിൽ പോയി മീൻ ലഭിക്കാതെ തിരിച്ചുവരുന്നതോടെ വലിയ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്നത്. 100 കണക്കിന് ബോട്ടുകളും വള്ളങ്ങളും ഉണ്ടായിരുന്ന പല മേഖലകളിലും ഇപ്പോൾ പേരിന് മാത്രമായി സർവീസുകൾ. ട്രോളിംഗ് കഴിഞ്ഞാലും സർക്കാർ ഇടപെട്ട് അനധികൃത മത്സ്യബന്ധനം തടയാനുള്ള നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വലിയ നഷ്ടം നേരിടുന്ന മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് പല മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെടുന്നുണ്ട്. സാധാരണയായി ഈ സമയത്ത് ലഭിക്കേണ്ട മത്സ്യത്തിന്റെ 4/1 പോലും കിട്ടാത്തതോടെ കുടുംബം പുലർത്താൻ നെട്ടോട്ടമോടുകയാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യലഭ്യത കുറഞ്ഞതോടെ ഹാർബറിലെ തൊഴിലാളികൾ, ഐസ് വ്യാപാരികൾ, അനുബന്ധ കച്ചവടക്കാർ എന്നിവർക്കും തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.